കുഞ്ഞേച്ചിയാ 100 ആയിസാ. ഇങ്ങോട്ട് താടി ഇങ്ങോട്ട്. ആ മോളെ ശാലിനി, എന്തായുടെ കാര്യങ്ങള്? ഈശ്വരൻ കാത്തൊന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷമൊന്നും നടന്നില്ല. ഓ എന്റെ ഭഗവാനെ, എന്റെ പൊന്നു മോളെ, നീ തന്നെ ജയിച്ചു. ഞാൻ നേരാത്ത വഴിപാടുകളില്ല. നിന്റെ ടെൻഷൻ മാറിയല്ലോ. വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടന്നില്ല. ഓ നന്നായി. പിള്ളച്ചേട്ടനും അച്ഛനും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്ന മോതിരത്തിന്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആഹാ, അതൊക്കെ വിശദമായിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. അത് മതി മോളെ. എന്നിട്ടിപ്പോ രാഘവേട്ടന്റെ അവസ്ഥ എന്താ? മുറിയിൽ കയറി കഥകടച്ചിരിക്കുകയാണെന്നാ പറഞ്ഞ. എന്തായാലും ചടങ്ങ് മുടങ്ങിയല്ലോ, അതിന് ഈശ്വരനോട് 100 നന്ദി പറയുന്നു. ശരി അമ്മ, ഞാൻ ഓഫീസിലെത്തിയിട്ട് വിളിക്കാം. ശരിടി. നാഗ്പൂരിന്ന് നമ്മൾ പറഞ്ഞ ലോഡിന്റെ കാര്യം എന്തായി സ്വാമി? അത് കുറച്ച് ഫണ്ടിന്റെ ബാലൻസ് അയക്കേണ്ടതുണ്ട്. അന്നത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോ അത് കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാക്കിയോ? ഒരു ചെക്കിൽ കൂടി ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ക്ലിയർ ആവും. അന്നന്ന് ക്ലിയർ ആക്കി പോകേണ്ട കാര്യമാണെങ്കിൽ അത് അന്നന്ന് തന്നെ ക്ലിയർ ആക്കി പോകണ്ടേ സ്വാമി? പിന്നത്തേക്ക് വെക്കുന്ന ഒരു ശീലം സ്വാമിക്ക് ഇല്ലാതിരുന്നാണല്ലോ. അത് പിന്നെ ഇതിനൊരു ഫണ്ടിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ടാ. അതൊന്നും അല്ല, പ്രായമായപ്പോ ബ്രെയിന്റെ പഴയ പ്രസരിപ്പും ഊർജ്ജസ്വലതയൊക്കെ കയ്യിൽ നിന്ന് പോയി. ഓർമ്മക്കുറവും മറവിയും കാഴ്ചക്കുറവും ഒക്കെ തലപൊക്കി തുടങ്ങി അല്ലേ? ഇനി ഒരുപാട് അംഗം ചെയ്യിക്കാനുള്ള ബാല്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് സ്വയം പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, പ്രവൃത്തിയിലും കാണിക്കണ്ടേ? ഈയിടെയായിട്ട് നല്ല ഓർമ്മക്കുറവും കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഞാൻ ഏൽപ്പിച്ചിട്ട് സ്വാമിക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്കും എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ. അതെന്ത് കാര്യമാ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ചന്ദ്രയുടെ കാര്യം, അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞു വെക്കണമെന്ന് ഞാൻ സ്വാമിയോട് പറഞ്ഞിരുന്നല്ലേ? ഓ അത് പിന്നെ പലയിടത്തും അന്വേഷിച്ചു. കൊണ്ടുപോയിരിക്കുന്നത് ശിവൻകുഞ്ഞല്ലേ. അത്ര പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിലേക്ക് ഇട്ട് തരത്തില്ലല്ലോ. ഇട്ട് തന്നു എന്നാണല്ലോ ഡ്രൈവർ പറഞ്ഞത്. അവരെ നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടു എന്നും പറഞ്ഞു. അതൊരു മിന്നായം പോലെ. ഒരു മിന്നായമല്ല, നല്ല വ്യക്തമായിട്ട് കണ്ടു. സ്വാമിയും കൂടെ നിന്നിട്ട് കൂറുമാറി എന്ന് പ്രഖ്യാപിക്കേണ്ടി വരൂ. മഹേന്ദ്ര സാറെ കണ്ടെന്ന് പറഞ്ഞത് സത്യമാ. സാറ് നേരത്തെ പറഞ്ഞതാ സത്യം. മറവി കയറി പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനെയുണ്ടെങ്കിൽ പെൻഷനും വാങ്ങി വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഓർമ്മയില്ലാത്തതിന്റെ പേരിൽ കച്ചവടം മുടക്കണ്ടല്ലോ. ഈ എന്റെ പൊന്നു സാറേ, ചന്ദ്രകുഞ്ഞിനെ കണ്ട കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചതാ. കൺമുമ്പിൽ കണ്ടു വളർന്ന കൊച്ചല്ലേ, ഒരല്പം വാത്സല്യത്തോടെ ഒരു നിമിഷം ചിന്തിച്ചു പോയെന്ന് കരുതിയാ മതി. ജനിപ്പിച്ച അച്ഛനില്ലാത്ത ദണ്ണം കണക്കപ്പിള്ളക്ക് എന്തിനാണ്? ഏതായാലും വണ്ടി ഓടിച്ചിരുന്ന നമ്മളെ ഡ്രൈവർ ശരിക്കും പണിയെടുത്തു. ചന്ദ്ര താമസിക്കുന്ന സ്ഥലം വരെ അവൻ കണ്ടെത്തി. അച്ഛന്റെ നോട്ടം കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് മകൻ കണ്ടെത്തിയ സ്ഥലം കൊള്ളാം. ആ തല്ലുകൊള്ളി വേലായുധന്റെ വാടക വീട് ചങ്ക് കീറി പൊളിച്ചാലും ഒറ്റിക്കൊടുക്കാത്തവനാ വേലായുധൻ. അതായത് അവിടെ 2 ബ്ലഡ് ഗ്രൂപ്പിന്റെ ചോര ഒഴുകുമെന്ന് സാരം. ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിന്റെ കാര്യം ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലോ. ആ പെൺകുട്ടിയെ ഇപ്പൊ അവളുടെ ആങ്ങള ചേച്ചി അറിയും, ശിവേട്ടൻ. അവളെ ഇപ്പോ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് മറ്റൊരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക. അവളുടെ അച്ഛന്റെ കാര്യം അറിയാലോ ചേച്ചിക്ക്. എന്നെയോ അവളെയോ കയ്യിൽ കിട്ടിയ കൊല്ലൂ തന്നെയുള്ള അവസ്ഥയില്ല. ആകെ ഒരു ആശ്രയമുള്ളത് ശിവേട്ടനാ. കല്യാണം കഴിഞ്ഞ തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകണം. എനിക്ക് ലോകത്ത് അമ്മയും ചേച്ചിയും ബന്ധുക്കളുമായിട്ട് ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിയും കൂടി കൈവിട്ട ഞാൻ പിന്നെ അനാഥനാ. മാണിക്കോത്തും മഹേന്ദ്രൻ മകളെ എനിക്ക് കെട്ടിച്ചേരാത്തതിന്റെ കാരണവും എനിക്ക് ബന്ധുവരില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എന്നെ ചേച്ചി പഠിപ്പിച്ചു. ഞാൻ പഠിക്കുകയും ചേച്ചിയുടെ ആഗ്രഹം പോലെ ഒരു ഡോക്ടർ ആവുകയും ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഒരു ജീവിതമാണ്. ചന്ദ്ര നല്ല കുട്ടിയാണ് ചേച്ചി. മനസ്സുകൊണ്ട് ഞാനും അടുത്തുപോയി.
അവളെ വിളിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിലോ മറ്റെവിടെയെങ്കിലോ പോയി ജീവിതം ആരംഭിക്കാം. പക്ഷേ എനിക്കപ്പോ എന്റെ ചേച്ചിയുടെ അനുഗ്രഹം കിട്ടില്ലല്ലോ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തം, അത് ചേച്ചിയുടെ അനുഗ്രഹത്തോടെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുന്നൊരവസ്ഥയില് ആത്മഹത്യയുടെ മുൾമുനയിൽ നിൽക്കുന്ന സമയത്താ നീ അനാഥനല്ല, നിനക്ക് ഞാനുണ്ടെന്നും പറഞ്ഞ് ചേച്ചി എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നെ എന്റെ ജീവിതം ചേച്ചിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ പറയാ, എന്റെ ഈ വിവാഹ കാര്യത്തില് എന്റെ ഒരാളായിട്ട്, എന്റെ സ്വന്തം ചേച്ചിയായിട്ട് എന്നോടൊപ്പം ഉണ്ടാവണം. പ്ലീസ് ചേച്ചി, ഇതെന്റെ ഒരു ആഗ്രഹമാണ്. എന്താ ഇത്? പ്രകാശ് എണീക്ക്, എഴുന്നേക്ക്. എന്തായി കാണിക്കുന്നേ? നോക്ക്, ഈ ധൈര്യമായിട്ട് കാര്യങ്ങൾ നീക്ക്. പ്രണയിച്ച പെണ്ണിനെ തഴയുകയല്ലോ, അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ചങ്കൂറ്റത്തോടെ ആവശ്യപ്പെടുകയല്ലേ. ഞാനുണ്ട് നിന്റെ കൂടെ. ചന്ദ്രയുടെ ആങ്ങളെ ചന്ദ്രയെ സഹായിക്കുന്ന പോലെ നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള സങ്കടം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക്. ഞാനുണ്ട് നിന്റെ കൂടെ, അതും നിന്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ. ഞാൻ ഉറപ്പ് തരുന്നു, നമ്മൾ നടത്തും ഈ കല്യാണം. ഏത് മാണിക്യവത്ത് മഹേന്ദ്രൻ തടസ്സം നിൽക്കാൻ വന്നാലും അതെല്ലാം നമ്മൾ തരണം ചെയ്യും. മുന്നിൽ ഞാനുണ്ടാവും. നിന്റെ ചേച്ചിയാ പറയുന്നത്. മതിയേച്ചി, ലോകം ജയിച്ച ഗമയോടെ ഞാനിപ്പോ തിരിച്ചു പോകുന്നത്.